ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക ലേലം വിളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് എല്ലാ അധികാരത്തോടു കൂടിയ 4 കോടി രൂപ 1 ലക്ഷം വിളിച്ചിട്ടാണുള്ളത്. അവസാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സുന്ദർ എന്ന് പറഞ്ഞ വ്യക്തി വിളിച്ചിട്ടുണ്ടായിരുന്ന 4 കോടി രൂപയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് 1 ലക്ഷം രൂപ അധികമാണ് ചന്ദ്രിക വിളിച്ചത്. അത് കേട്ട സമയത്ത് മേഘ മനോഹരനോട് പറയുന്നുണ്ടായിരുന്നു, എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്, ചന്ദ്രിക എന്തിനായിരിക്കും ലേലം വിളിക്കുന്നത്, അവളിനി ആ ലേലം എടുക്കുമോ? അപ്പോൾ മനോഹരൻ പറയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല മോളെ, വെറുതെ അവളുടെ അച്ഛൻ പറഞ്ഞു വിട്ടതിൻ്റെ ഒരു പേരിൽ വന്നതായിരിക്കും. പിന്നെ അച്ഛൻ്റെ വീടല്ലേ എന്ന് കരുതിയിട്ട് വെറുതെ വിളിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ ലേലം കൊളാക്കിയിട്ട് വീട് വീണ്ടും തിരിച്ചു കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് വിളിക്കുന്നതായിരിക്കും. പക്ഷേ മേഘയും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ചന്ദ്രിക വളരെ വാശിയോട് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ സുന്ദറും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രിക വിളിച്ചതിന് ശേഷം സുന്ദർ വന്നിട്ട് 4 കോടി 10 ലക്ഷം വിളിക്കുകയാണ്. ചന്ദ്രിക 1 ലക്ഷം വിളിച്ചെടുത്ത് അയാൾ 10 ലക്ഷമാണ് അധികം വിളിക്കുന്നത്. അത് കേട്ട സമയത്ത് എല്ലാവരും അതിശയത്തോടെ അയാളെ നോക്കുവാണ്. അയാൾ വലിയ ജയിച്ച ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രിക വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ 4 കോടി 11 ലക്ഷം വിളിക്കുകയാണ്. ചന്ദ്രിക 4 കോടി 11 ലക്ഷം എന്ന് വിളിച്ചതും ബാക്കി എല്ലാവരും ചന്ദ്രികയെ അതിശയത്തോടെ നോക്കുവാണ്, സുന്ദർ ഉൾപ്പെടെ. കാരണം ചന്ദ്രിക വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സേഡ്ജിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം ഈ ഒരു ലേലത്തിനൊരു മുറുക്കം വന്നെന്ന് അയാൾക്ക് തോന്നുവാണ്. മേഘ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്, ഈ ചന്ദ്രിക ഇത് എന്ത് ഭാവിച്ചാണെന്നൊക്കെ വിചാരിച്ചിട്ട്. കാരണം ചന്ദ്രിക വീട് ലേലത്തിലെടുത്തു കഴിഞ്ഞാൽ മേഘ തോറ്റതുപോലെയാണല്ലോ. മേഘ അത്രയധികം അവളെ വെല്ലുവിളിച്ചതാണ് ഈ വീട് എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചന്ദ്രികയെ നോക്കിയിട്ട് സിദ്ധു ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്തൊക്കെയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ചന്ദ്രിക കോൺഫിഡൻസോട് കൂടി സിദ്ധാർത്ഥിനോട് പറയാണ്, ഇല്ല സർ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ ലേലം എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, എനിക്കിത് ഏറ്റെടുത്തേ പറ്റൂ. ഇത് എൻ്റെ അച്ഛനുണ്ടാക്കിയ വീടാണ്. ഈ വീട് മറ്റാരെ കൊണ്ടും ഞാൻ വാങ്ങിപ്പിക്കില്ല. ചന്ദ്രിക അത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടും സിദ്ധാർത്ഥിന് മനസ്സിലാവുന്നില്ല ഇവളെ എന്തുദ്ദേശിച്ചിട്ട് ഇങ്ങനെ പറയുന്നതെന്ന്. കാരണം വെറും 11 ലക്ഷമല്ല, 4 കോടി 11 ലക്ഷം രൂപയാണ് ഉണ്ടാക്കേണ്ടത്. ലേലം വിളിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസത്തിനകം ആ പൈസ അവിടെ കെട്ടിവെക്കേണ്ടതാണ്. അപ്പോൾ ലേലം വിളിക്കുകയാണ്. ചന്ദ്രികയുടെ ആ ഒരു അവസാന വാക്കായിട്ട് 4 കോടി 11 ലക്ഷം എന്ന് ലേലം ഒരു തരം 2 തരം എന്ന് പറഞ്ഞപ്പോഴേക്കും സുന്ദർ ബാക്കി വിളിക്കുകയാണ്. 4 കോടി 30 ലക്ഷമാണ് അയാൾ കയറ്റി വിളിച്ചത്. പെട്ടെന്ന് 4 കോടി 30 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദ്രികയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. പക്ഷേ സുന്ദർ വിളിക്കുന്ന ഓരോ രൂപയും അധികരിച്ചതായിട്ട് ചന്ദ്രിക കൊടുക്കേണ്ടതുമാണ്. സേഡ്ജിക്കാണെങ്കിൽ സന്തോഷമായിട്ടുണ്ട്. കാരണം 4 കോടി 30 ലക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോടി രൂപ മാത്രമാണ് അയാൾ മേഘയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ബാക്കി പണം മൊത്തം അയാൾക്ക് കിട്ടുന്ന ലാഭമാണ്. ചന്ദ്രിക, കഴിഞ്ഞോ, അവസാനിച്ചോ, ഇനി ഈ ലേലം വിളിക്കാൻ താല്പര്യമുണ്ടോ? സേഡ്ജി ചോദിച്ചപ്പോൾ ശബ്ദം താഴ്ത്തി സിദ്ധു പറയുന്നുണ്ട്, മതി ചന്ദ്രിക, നമുക്ക് ഇതിനോടെ തന്നെ നിർത്താം. ഇപ്പോൾ തന്നെ നമ്മൾ അധികമായിട്ടുള്ള റിസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്, മതി, നമുക്ക് പോവാം. ചന്ദ്രികയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചിട്ട് സ്വയം ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവൾക്ക് ക്ഷമിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സേഡ്ജി പറഞ്ഞത് പ്രകാരം ലേലം അവസാനിപ്പിക്കുകയാണ്. 4 കോടി 30 ലക്ഷം, 1 തരം 2 തരം. ചന്ദ്രിക ഇങ്ങനെ ശ്വാസം അടക്കി നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, ഇത് വിട്ടേക്ക്, നമ്മളെ കൊണ്ട് സാധിക്കില്ല. അദ്ദേഹം ഈ വീട് വാങ്ങിയിട്ട് പൊയ്ക്കോട്ടെ. നമ്മളെ കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല ചന്ദ്രിക. പക്ഷേ ചന്ദ്രിക അതൊന്നും വകവെക്കാതെ അടുത്ത വിളിക്കുകയാണ്. 4 കോടി 31 ലക്ഷം, 1 തരം. സിദ്ധു അത്രയും പറഞ്ഞിട്ടും ചന്ദ്രിക ഒന്നും കേൾക്കാതെയാണ് വീണ്ടും വിളിച്ചിരിക്കുന്നത്. വീണ്ടും സുന്ദരൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രിക വിട്ടുകൊടുക്കുന്നില്ല എന്ന് അയാൾക്കും മനസ്സിലായി. ചന്ദ്രിക ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് സുന്ദറിനും നഷ്ടം സംഭവിക്കുകയാണ്. കാരണം ആ വീട് അയാൾക്ക് വേണമെന്നുള്ളത് അയാൾക്ക് വാശിയായിരുന്നു. പക്ഷേ സേട്ടിന് നല്ല സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രിക കൂട്ടി വിളിക്കുന്നതിനനുസരിച്ച് മേഘയ്ക്കാണെങ്കിൽ പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ഇന്നൊരു തീരുമാനം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. മേഘ ശബ്ദം താഴ്ത്തിയിട്ട് മനോഹരനോട് പറയുന്നുണ്ട്, അവളെക്കൊണ്ട് ഈ ലേലം ജയിപ്പിക്കരുത് അമ്മാവാ. നീ ഒന്നും മിണ്ടാതിരിക്കുമോളെ. 4 കോടി രൂപ അവൾ ഇതുവരെ ജനിച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എന്തോ അവളുടെ അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ വന്നതായിരിക്കും. എന്നിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. പക്ഷേ മേഘയ്ക്ക് എന്തോ ഒരു വല്ലാത്ത ഭയം തോന്നുവാണ് ചന്ദ്രിക ഇങ്ങനെ കയറ്റി വിളിക്കുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ സിദ്ധുവാണെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് പിന്നീട് സംസാരിക്കുന്നത്. ചന്ദ്രിക, ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും മൈൻഡ് വെക്കാതെ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ചന്ദ്രിക മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ അവൾക്ക് ആ വീട് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അവളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക നോക്ക്, ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്കിളിനും ആൻറ്റിക്കും പോലും സഹിക്കില്ല. അവർ പോലും നിൻ്റെ കൂടെ നിൽക്കില്ല. ഇനി അതുമല്ല, ഇത്രയും വലിയൊരു പൈസ നമ്മളെ കൊണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എമൗണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത് തമാശയല്ല.
ചന്ദ്രിക വെട്ടി വിയർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അവൾ പിന്മാറാൻ ഒരുക്കല്ലായിരുന്നു. സിദ്ധു വീണ്ടും വീണ്ടും പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുകയാണ്. നീ എത്ര എമൗണ്ടിനാണോ ലേലം വിളിക്കുന്നത്, ആ ലേലം വിളിച്ച തുക ഒരു 24 hours ആകുമ്പോഴേക്കും നമ്മൾ സേട്ടിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. 24 മണിക്കൂർ എന്നൊക്കെ കേട്ടപ്പോൾ ചന്ദ്രിക ഭയത്തോടെയാണ് നിൽക്കുന്നത്. ഇനി അത് കൊടുക്കാൻ സാധിച്ചില്ലെന്ന് വെക്ക്, ആ വീട് നമുക്ക് കിട്ടില്ല. ചന്ദ്രിക, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ? സിദ്ധു ചോദിച്ചപ്പോൾ ചന്ദ്രിക ആത്മവിശ്വാസത്തോടെ പറയാണ്, സാധിക്കും സർ, നമ്മൾ മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. ചന്ദ്രിക പറയുകയാണ്. അപ്പോഴേക്കും സുന്ദർ എഴുന്നേറ്റിട്ട് അടുത്ത ലേലം വിളിക്കുന്നുണ്ട്. 4,40,00,000. ചന്ദ്രികയെ തോൽപ്പിക്കാനായിട്ട് സുന്ദറിന് വീട് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ചന്ദ്രികയെ നിൽക്കുകയാണ് ഈ ലേലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അറ്റ് ദ മൊമെൻറ്റ് ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ്. 4,41,00,000. സിദ്ധാർത്ഥിന് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. ചന്ദ്രിക എന്ത് കണ്ടിട്ട് ഇത്രയധികം രൂപയ്ക്ക് ലേലം വിളിക്കുന്നത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനിടയിൽ നിന്നിട്ട് സേഠ്ജിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. മേഘയും മനോഹരനും ഉൾപ്പെടെ ഇത്തവണ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. മനോഹരൻ അറിയാതെ പറഞ്ഞു പോവാണ്, 4,41,00,000 രൂപയോ? സുന്ദറും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, നമ്മൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടാൻ പോകുവാണ്. അപ്പോഴേക്കും സുന്ദർ വീണ്ടും വിളിക്കുകയാണ്, 4,45,00,000. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിയിട്ട് സുന്ദറിനെ നോക്കുമായിരുന്നു. കാരണം ഇവർ ഈ ലേലം മുറുക്കി വിളിച്ച് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മേഘയ്ക്ക് പോലും അതിശയാവുകയാണ്. 3 കോടി രൂപ വിലമതിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആ വീട് സേട്ട് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 4,45,00,000 രൂപയായി. അപ്പോൾ സന്തോഷത്തോടെ സേട്ട് പറയുന്നുണ്ട്, മിസ്റ്റർ സുന്ദരം ഈ വീടിന് 4,45,00,000 രൂപയോളം ലേലം വിളിച്ചിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കൂടുതലായിട്ട് ആർക്കെങ്കിലും ലേലം വിളിക്കാൻ താല്പര്യമുണ്ടോ? സേട്ട് ചോദിച്ചപ്പോൾ ശബ്ദം താഴ്ത്തിയിട്ട് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക പറയുന്നത് കേൾക്ക്, ഇനി ഇതിനേക്കാൾ കൂടുതൽ നീ ലേലം വിളിക്കാതെ പ്ലീസ്. 4,46,00,000 രൂപ ചന്ദ്രിക അവസാനമായിട്ട് വിളിക്കുകയാണ്. ചന്ദ്രിക വിട്ടുകൊടുക്കില്ല എന്ന് സുന്ദറിനടക്കം മനസ്സിലായി. കാരണം അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് ചന്ദ്രിക വിളിക്കുന്നത്. സിദ്ധാർത്ഥ് ഇത്രയധികം പറഞ്ഞിട്ടും ചന്ദ്രിക അവസാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് ആ വീട് നഷ്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. ചന്ദ്രിക സുന്ദറിനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോഴേക്കും സുന്ദറും വിട്ടുകൊടുക്കുന്നില്ല. 4,50,00,000 അയാൾ അടുത്ത ലേലം വിളിക്കുകയാണ്. ചന്ദ്രികയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥും അത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആലോചിക്കാതെ ആ സമയത്തേക്ക് തന്നെ ചന്ദ്രിക 4,51,00,000 ലേലം കയറ്റി വിളിക്കുകയാണ്. അവൾക്ക് വേറെ വഴിയിലായിരുന്നു. ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ചന്ദ്രിക ഇങ്ങനെ നിൽക്കുന്നതാണ് പേടിയോടെ. അപ്പോൾ സന്തോഷത്തോടു കൂടി സേട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക 4,51,00,000 ഇപ്പോൾ ഈ വീട് ലേലം വിളിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ആർക്കെങ്കിലും ലേലം വിളിക്കാൻ താല്പര്യമുണ്ടോ? അത് കേട്ട സമയത്ത് സുന്ദർ ഛേ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായിട്ട് ഇരിക്കുകയാണ്. കാരണം അയാൾ എത്ര വിളിച്ചാലും ചന്ദ്രിക കൂട്ടി വിളിക്കുന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ മേഘ മനോഹരനോട് പറയുന്നുണ്ട്, എന്താ അമ്മവ ചന്ദ്രിക ഇങ്ങനെ ലേലം കൂട്ടി വിളിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുമോളെ, ആകെ ഓരോ 1,00,000 രൂപയാണ് അവൾ കൂട്ടി വിളിക്കുന്നത്. എല്ലാവരും നിശബ്ദരായ സമയത്ത് ലേലം ചന്ദ്രികയ്ക്ക് വിളിക്കുകയാണ്. 4,51,00,000 ഒരു തരം, 2 തരം, 3 തരം. ചന്ദ്രിക പേടിയോടുകൂടി നോക്കുന്നുണ്ട് ആരെങ്കിലും ഇനി മാറ്റി വിളിക്കുമോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മൂന്നാമത് കൂടി ആ വിളിച്ചതിന് ശേഷം ചന്ദ്രികയ്ക്ക് ആ വീട് സ്വന്തമായിരിക്കുകയാണ്. അവളുടെ മുഖത്ത് എന്തോ നേടിയതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥത്തിന് നല്ല ഭയമാണ്. അതേസമയം മേഘയാണെങ്കിലും ദേഷ്യത്തോടും എന്തൊക്കെയോ നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അമ്മാവ ചന്ദ്രിക വീട് എടുത്തിരിക്കുകയാണ്, മേഘ തോറ്റതുപോലെ പറയുകയാണ്. അപ്പോഴേക്കും സേട്ട് പറയുന്നുണ്ട്, ഈ വീട് ഈ ലേലത്തിൽ ചന്ദ്രികയാണ് വിജയിച്ചിരിക്കുന്നത്, ചന്ദ്രികയ്ക്കാണ് ഈ വീട് കിട്ടുക. 5 ഏക്കർ സ്ഥലത്ത് 6,000 സ്ക്വയർ ഫീറ്റുള്ള ഏറ്റവും വലിയൊരു വീടും അതിന് ചുറ്റുമുള്ള സ്ഥലവും ചന്ദ്രികയ്ക്കാണ് ലഭിക്കുന്നത്. ഈ ലേലം ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് ഈ ലേലത്തിൻ്റെ തീരുമാനം. അതൊക്കെ കേട്ട സമയത്ത് മേഘ ഇങ്ങനെ വിയർത്ത് നിൽക്കുകയാണ്. കാരണം ആ വീട് ചന്ദ്രിക വാങ്ങിച്ച ആ വീട്ടിൽ നിന്ന് മേഘ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. മേഘ തോറ്റുപോയൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ നിരാശയോടെ പറയാണ്. അപ്പോഴേക്കും ലേലം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക ഈ പേപ്പറിൽ നിങ്ങളൊന്ന് ഒപ്പിടണം. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, വാ സർ നമുക്ക് ഒപ്പിടാം. അപ്പോൾ സിദ്ധു അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക നിനക്കിത് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ചന്ദ്രിക 4,51,00,000 രൂപ നീ എങ്ങനെ അറേഞ്ച് ചെയ്യും? ചന്ദ്രിക ഇതൊന്നും നടക്കില്ല. ദയവ് ചെയ്ത് നീ ഇവിടെയുള്ള എല്ലാവരടുത്തും ലേലം വിഡ്രോ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാവരുടെ നീ മാപ്പ് ചോദിച്ചിട്ട് വാ. ആദ്യമൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിലും ഭയത്തോടെ നിന്നെങ്കിലും ചന്ദ്രിക പിന്നീട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഇല്ല സർ, ചന്ദ്രിക മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വെക്കാറില്ല. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ടായാലും ഈ കടം ഞാൻ വീട്ടുക തന്നെ ചെയ്യും. ചന്ദ്രികയ്ക്ക് കോൺഫിഡൻസും നല്ല ഭയവും ഉണ്ടായിരുന്നു.
അപ്പോഴേക്കും ലേലത്തിന് കൂടി ഒരുവിധ ആൾക്കാരൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ ഞാൻ പോകുവാണ്, ഇനി ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം. എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് ചന്ദ്രിക ആ ഒരു പേപ്പറിൽ ഒപ്പിടുകയാണ്. അത് ദൂരത്ത് നിന്നും കാണുന്നുണ്ടായിരുന്ന മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യവും നിരാശയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. തോറ്റൊരു പ്രതീതി അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സിദ്ധുവിനോട് സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ സിദ്ധുവും ഒപ്പിടുന്നുണ്ട്. അവനാണെങ്കിൽ പേടിയോടെ ചന്ദ്രികയെ നോക്കിക്കൊണ്ടാണ് ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ധു കൂടി ഒപ്പിട്ട കണ്ടതോടെ മേഘയ്ക്ക് വല്ലാത്ത സങ്കടവും നിരാശയും തോന്നുവാണ്. സേട്ട് പേപ്പർ മുഴുവനായിട്ട് വിശദമായിട്ട് നോക്കുകയാണ്, അവർ ഒപ്പിട്ടതും കാര്യങ്ങളൊക്കെ. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്ന മേഘ മനോഹരനോട് പറയുന്നുണ്ട്, എങ്ങനെയോ ലേലം അവൾ വിളിച്ചു അമ്മാവാ. മേഘ മഹേന്ദ്രൻ്റെ മകളാന്നുള്ള അഹങ്കാരത്തിൽ അവൾ വലിയ കാര്യം പോലെ ലേലം ഏറ്റെടുത്തതാണ്. ഇങ്ങോട്ട് നോക്ക്, 2 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു തുക അവൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ സേട്ട് ചന്ദ്രികയോട് പറയാണ്, നിന്റെ അച്ഛൻ്റെ വീടാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് 4,51,00,000 രൂപയ്ക്ക് നീ ഈ വീട് ലേലത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ പണം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ എല്ലാ ഡോക്യുമെൻസും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നതാണ്. ചന്ദ്രികയും സിദ്ധുവും തലതാഴ്ത്തിയിട്ട് ഭയത്തോടെയാണ് നിൽക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 4,51,00,000 രൂപ കൊടുക്കാനാണ് സേട്ട് പറയുന്നത്. അപ്പോൾ സേട്ട് അടുത്ത കാര്യം പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ അത്രയും ആ പണം നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാമതായിട്ട് ലേലം വിളിച്ചിട്ടുണ്ടായിരുന്ന സുന്ദർ സാറിന് ഞാൻ ഈ വീട് കൊടുക്കും. അത് കേട്ടപ്പോൾ സുന്ദർ ഒന്ന് ഞെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനെ നോക്കിക്കൊണ്ട് സേട്ടിനോട് കുറച്ചൊരു വിനയത്തോടെ പറയുകയാണ്, സർ 4,51,00,000 രൂപ എന്ന് പറയുന്നത് കുറച്ചൊരു വലിയ എമൗണ്ട് ആണ്. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അത്രയും തുക അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് കുറച്ച് സമയം തരൂ. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, ഈ ലേലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല മാഡം. നിങ്ങൾക്ക് തൊട്ടടുത്തായിട്ട് ഈ ലേലം ഏറ്റെടുത്തിരിക്കുന്ന മിസ്റ്റർ സുന്ദരം സമ്മതിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ചന്ദ്രിക നിരാശയായിട്ട് ഇങ്ങനെ സുന്ദരനെ നോക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ചന്ദ്രിക ഇത്രയും വലിയൊരു വിലയ്ക്ക് ഈ വീട് ലേലത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ വീട് അവളുടെ അച്ഛൻ്റെതാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും വലിയൊരു റിസ്ക് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ 3 ദിവസം സമയം തരാം. 3 ദിവസം കൊണ്ട് അവൾക്ക് പണം തരാൻ സാധിക്കില്ലെങ്കിൽ ആ വീട് എനിക്ക് തന്നേക്ക്. അതിൽ കൂടുതൽ 1 മണിക്കൂർ പോലും ഞാൻ അധികം തരില്ല. അപ്പോൾ ചന്ദ്രിക ആകെ വിയർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, ഇതിന് നിനക്ക് സമ്മതമാണോ? സമ്മതിക്കുകയാണ് സർ. അപ്പോഴാണ് സിദ്ധാർത്ഥനും ചെറുതായിട്ടൊരു ആശ്വാസം വന്നത്. ചന്ദ്രിക ആകെ ഭയത്തോടെയാണ് നിൽക്കുന്നത്. ലേലം വിളിച്ചെങ്കിൽ അത്രയും തുക എങ്ങനെ ഉണ്ടാക്കുമെന്ന് അവൾക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. അപ്പോൾ സേട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൽ ഒപ്പിട്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഇന്നാ ഒപ്പിടൂ എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെച്ച് നീട്ടുന്ന സമയത്ത് ചന്ദ്രിക പേടിയോടെ സിദ്ധുവിനെ വീണ്ടും വീണ്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ടാണ് ഒപ്പിടുന്നത്. സുന്ദർ സാർ, നിങ്ങളും വന്ന് ഇതിലൊരു സൈൻ ചെയ്യ്. ശരി എന്ന് പറഞ്ഞിട്ട് സുന്ദറും അതിനകത്ത് ഒപ്പ് വെക്കുകയാണ്. ഒപ്പുകളൊക്കെ കൃത്യമാണോ എന്ന് സേട്ട് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അയാൾ ചന്ദ്രികയോടായിട്ട് പറയുകയാണ്, ചന്ദ്രിക ഇന്ന് മുതൽ 3 ദിവസം കൊണ്ട് 4,51,00,000 രൂപ തന്നിട്ട് ഈ വീടിൻ്റെ ആധാരവും ബാക്കിയുള്ള പേപ്പറുകളും നിങ്ങൾ വാങ്ങിക്കണം. ചന്ദ്രിക ഭയന്നുകൊണ്ടാണ് അയാളെ നോക്കുന്നത്. കാരണം അവൾക്ക് എങ്ങനെയാ പണം ഉണ്ടാക്കുക എന്നറിയില്ലായിരുന്നു. അപ്പോൾ സേട്ട് വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എങ്കിൽ ഈ വീട് ഞങ്ങൾ സുന്ദർ സാറിന് കൈമാറും. ശരി സഡ്ജി, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് സിദ്ധുവിനെ വിളിച്ചുകൊണ്ട് ചന്ദ്രിക അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സുന്ദർ അവിടുന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, 3 ദിവസത്തിനുള്ളിൽ അവർ പണം തന്നിട്ടില്ലെങ്കിൽ വീട് എനിക്ക് സ്വന്തമാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷനോട് കൂടിയാണ് ചന്ദ്രികയും സിദ്ധാർത്ഥും മടങ്ങുന്നത്. അപ്പോൾ അവരുടെ ആ മടങ്ങി വരവും കാത്തു നിൽക്കുകയാണ് മേഘയും മനോഹരനും. അവരെ കാത്തിരുന്നത് പോലെ തന്നെ മേഘ സിദ്ധാർത്ഥിനെ വിളിച്ച് നിർത്തുകയാണ്, സിദ്ധു. അപ്പോൾ സിദ്ധുവും ചന്ദ്രികയും നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് വന്നിട്ട് മേഘ ചോദിക്കുകയാണ്, എന്താ സിദ്ധു, ചന്ദ്രികക്കാണെങ്കിൽ ഒന്നും അറിയില്ലായിട്ടാണെന്ന് പറയാം, നിനക്കെങ്കിലും അവൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? 4.5 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്നെങ്കിലും ചന്ദ്രികയ്ക്ക് അറിയാമോ? മേഘയുടെ സംസാരം കേട്ടപ്പോൾ മനോഹരനും പരിഹസിച്ചിരിക്കുന്നുണ്ട്. മറുത്തൊന്നും പറയാതെ ചന്ദ്രികയും സിദ്ധാർത്ഥവും നിൽക്കുവാണ്. ആ സമയത്ത് മേഘ വീണ്ടും പരിഹാസത്തോടെ പറയുന്നുണ്ട്, എന്താന്ന് പോലും നോക്കാതെ അവളുടെ ഇഷ്ടത്തിന് വായിൽ വന്ന പോലെ ലേലം വിളിക്കുകയാണോ? എന്നിട്ട് ചന്ദ്രികയോടായിട്ട് പറയുന്നുണ്ട്, നീ ലേലം വിളിച്ച എമൗണ്ട് സേട്ടിന് കൊടുത്തില്ലെങ്കിൽ ആ വീട് സുന്ദറിന് പോയിടും. അതുമാത്രമല്ല, നീ സേട്ടിന് 10 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടിയും വരും. ഇതൊക്കെ നിനക്ക് ആവശ്യമുള്ളതാണോ? അത്രയും നേരം മേഘ പറയുന്നത് ചന്ദ്രിക ക്ഷമയോടെ കേട്ട് നിന്നു. അവസാനം അവൾ പറയുന്നുണ്ട്, ഏയ് മേഘ, എൻ്റെ തല പണയം വെച്ചിട്ടാണെങ്കിലും ഈ കടം വീട്ടി ആ വീട് ഞാൻ എൻ്റെ അച്ഛന് തിരിച്ചു കൊടുക്കും. പിന്നെ നടന്നത് തന്നെ. 4.5 കോടിയിൽ
നിന്നെക്കൊണ്ട് 1 കോടി രൂപ പോലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. കൂടുതലായിട്ട് മേഘയോട് സംസാരിക്കാൻ നിൽക്കാതെ ചന്ദ്രിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സർ നിങ്ങൾ വരൂ സർ. അവർ രണ്ടുപേരും മേഘയോട് കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മനോഹരനും കളിയാക്കുന്നുണ്ട്, പൊയ്ക്കോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.